ലോഭഛേദഗുണേന കിം പിശുനതാ യദ്യസ്തി കിം പാതകേ സത്യഞ്ചേത്തപസാ ച കിം ശുചിമനോ യദ്യസ്തി തീർത്ഥേന കിം സൗജന്യം യദി കിം ബലേന മഹിമാ യദ്യസ്തി കിം മണ്ഡനീ സദ്വിദ്യാ യദി കിം ധനേരപശയോ യദ്യസ്തി കിം മൃത്യുനാ. നമസ്കാരം. പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഭർതൃഹരിയുടെ ദുർജന പദ്ധതിയിലത്തെ ഒരു ശ്ലോകം, നീതി ശതകത്തിലെ ദുർജന പദ്ധതിയിലെ 4-ാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. ഏറ്റവും വലിയ ദുർഗുണങ്ങൾ ചിലതൊക്കെ അതിൽ സൂചിപ്പിച്ചിരിക്കുന്നു, ചില സദ്ഗുണങ്ങളും സൂചിപ്പിച്ചിരിക്കുന്നു. അതിനൊക്കെ ഓരോ ഉപമകളും കൊടുത്ത് ഏറ്റവും വലിയ ദുർഗുണമേത്, ഏറ്റവും വലിയ സദ്ഗുണമേത് എന്ന രണ്ടും കാണിച്ചിരിക്കുന്ന ഒരു ശ്ലോകമാണ് ഇത്. 5 സദ്ഗുണങ്ങളെ കാണിച്ചിരിക്കുന്നു. ഏതൊക്കെയാണത്? ലോഭഛേദ അഗുണേന കിം പിശുനത. ഒരു മനുഷ്യന് പല വിധത്തിലുള്ള ദുർഗുണങ്ങൾ ഉണ്ടാവാം. ഏറ്റവും വലിയ ദുർഗുണാത്രേ അത്യാഗ്രഹം. അത്യാഗ്രഹം ഉണ്ടെച്ചാൽ വേറെ ദുർഗുണങ്ങൾ എന്തിനാന്ന് അവിടെ ചോദിക്കണം. ഇതിപ്പോൾ ഈ ഡോക്ടർമാർ പറയത്രേ, പ്രമേഹം ഉണ്ടെച്ചാൽ പിന്നെ വേറെ രോഗം വേണോ? എന്താ കാരണം? എല്ലാ ഭാഗത്തെയും അത് ബാധിക്കും ഇല്ലേ? ഞരമ്പിനെ, ന്യൂറോപ്പതി, ഹാർട്ടിനെ, പ്രഷറിനെ, എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു രോഗമാണ് പ്രമേഹം. അപ്പോൾ പ്രമേഹം വന്നാൽ വേറെ രോഗം എന്തിനാ? അപ്പോൾ അതുണ്ടാക്കിക്കോളും. ബാക്കിയൊക്കെ അത്ര ചീത്ത രോഗം അത്രേ പ്രമേഹം. നമ്മൾ നിയന്ത്രിച്ച് പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഈ അത്യാഗ്രഹം വന്നാൽ സത്യത്തെ ത്യജിക്കും, വേറെ ആളെ വേണമെങ്കിൽ ദ്രോഹിക്കും. കണ്ടു, അതിൻ്റെ കൂടെ ഉണ്ടാവണ ദുർഗുണങ്ങൾ നോക്കൂ. നുണ പറയാനും തട്ടിപ്പറിക്കാനും അർഹതയില്ലാത്ത ധനം നേടാനും ഒളിവ് ഇല്ലേ, സത്യത്തെ ഇങ്ങനെ ഒരുപാട് ദുർഗുണങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് അത്യാഗ്രഹം ഉണ്ടെങ്കിൽ വേറെ ദുർഗുണം വേണ്ട എന്ന് പറഞ്ഞത്. ഈ പരദൂഷണം, അതിനേക്കാളും വലിയ ഒരു പാപം വേറെ ഇല്ല. യദ്യസ്തികിം പാതകേ സത്യഞ്ച്, അതാണ് ഇവിടുത്തെ പാതകേ പിശുനത. ഒരാളുടെ അഭാവത്തിൽ അയാളെ കുറ്റം പറയുന്നതിനാണല്ലോ നമ്മൾ പരദൂഷണം എന്ന് പറയുക. അപ്പോൾ ആ പരദൂഷണം ഒരാൾക്കുണ്ടെങ്കിൽ കിം പാതകേ, മറ്റു പാതകത്തിൻ്റെ ആവശ്യം എന്താ? എല്ലാറ്റിലും വലിയൊരു ദോഷമായിട്ടാണ്, പാപമായിട്ടാണ് ഇവിടെ പറയുക. അതിലും വലിയ പാപം വരില്ല ഉണ്ടെങ്കിൽ അയാളുടെ മുഖത്ത് നോക്കി പറയുക, അത് ഇനി സഹിക്കാം എന്നാണ്. അതും വേണ്ടാന്നാണ് പറയുന്നത്. സത്യത്തിൻ്റെ ഭാഗത്തിൽ അപ്രിയ സത്യം പറയരുത് എന്നുണ്ട്. പക്ഷെ എന്നാലും അഭാവത്തിൽ കുറ്റം പറയണേക്കാളും ഭേദം നേരിട്ടുള്ള കാര്യം പറയുകയാണെന്നാണ് ഇവിടെ ഏറ്റവും വലിയ പാപം പരദൂഷണമാണ്. ഈ പറയുകയാണ് ഇവിടെ ദുഷ്കീർത്തി. കീർത്തി സമ്പാദിച്ച് ചെയ്യാത്ത തെറ്റായിക്കോട്ടെ അല്ലെങ്കിൽ ചെയ്ത തെറ്റായിക്കോട്ടെ, രണ്ടായാലും വേണ്ടില്ല. ഒരാളെ പറ്റി അപകീർത്തി എല്ലാവരും ഇങ്ങനെ ചീത്തയാക്കിയിട്ട് പറയുക. ഉള്ളതാവാം ഇല്ലാത്തതാവാം. എന്തായാലും ഒരാൾ പറഞ്ഞാൽ രണ്ടാൾ പിന്നെ 4 ആളാവും, 4 ആൾ പിന്നെ 40 ആളാവും. അങ്ങനെ എല്ലാവരാലും ദുഷ്കീർത്തി കേൾക്കേണ്ടി വരിക. സത്കീർത്തി കേട്ടില്ലെങ്കിലും വിരോധമില്ല എന്നാണ്. കുഴപ്പമില്ല. ദുഷ്കീർത്തി ഒരാളെ പറ്റി കേട്ടാൽ പിന്നെ അയാൾക്ക് ഏറ്റവും വലിയ ശിക്ഷ ജീവിതത്തിൽ അത് തന്നെയാണ്. പിന്നെ മരണം വേറെ എന്തിനാണെന്നാണ് ചോദിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കുന്നതിന് തുല്യമാണ് ദുഷ്കീർത്തി. അപ്പോൾ ദുഷ്കീർത്തി ഉള്ളവർക്ക് വേറെ മരണം എന്തിന്? അത് തന്നെ മരണതുല്യം എന്നർത്ഥം. അപ്പം അത്യാഗ്രഹം എല്ലാ ദുർഗുണങ്ങൾക്കും ആസ്പദമായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ പരദൂഷണം ഏറ്റവും വലിയ പാപമായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ദുഷ്കീർത്തി മരണത്തേക്കാൾ വലിയ ദുരന്തം. മരണം എന്നവിടെ കാണിച്ച ദുരന്തമാണ്. ഏറ്റവും വലിയ നിർഭാഗ്യ ദുരന്ത അവസ്ഥയാണ് അത്രയും ഒരാൾക്ക് അപകീർത്തി. ഇത് 3 കാര്യമാണ് പറഞ്ഞത്: അത്യാഗ്രഹം, പരദൂഷണം, ദുഷ്കീർത്തി. ഈ സദ്ഗുണങ്ങളെ നോക്കാം. അതിവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? സൗജന്യം യതികിം ബലേന മഹിമ. ഒന്നിവിടെ പറഞ്ഞിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടെങ്കിൽ എന്തിനാണ് ആഭരണം? മഹിമ എന്ന് പറഞ്ഞാൽ ആഭരണങ്ങൾ, മാഹാത്മ്യം, ഒരാളുടെ മഹത് ഗുണങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചത്. ആ മഹത് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ
പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ആഭരണം? കിം മണ്ഡനൈ, മണ്ഡനം എന്ന് പറഞ്ഞാൽ ആഭരണം. കയ്യിൻ്റെ ഏറ്റവും നല്ല ആഭരണം ദാനാണ്, കങ്കണങ്ങളോ കുണ്ടലങ്ങളോ അല്ല. തലയുടെ ഏറ്റവും നല്ല ആഭരണം കിരീടമല്ല, വിനയത്തോടു കൂടി കുനിച്ച് നമസ്കരിക്കലാണ്. അപ്പോൾ ആ ഗുണം മഹിമ ഉണ്ടെങ്കിൽ കിരീടം എന്തിന്? സക്ഷേത്രങ്ങളിലേക്ക് പ്രദക്ഷിണം വയ്ക്കാനാണ് കാലുപയോഗിക്കുന്നതെങ്കിൽ വില കൂടിയ ചെരുപ്പുകളോ മറ്റ് കാലിന് അലങ്കാരങ്ങളോ എന്തിന്? സജ്ജനങ്ങളെയും ഭഗവാനെയാണ് കാണുന്നതെങ്കിൽ കണ്ണിന് പിന്നെ വേറെ എന്ത് ഗുണമാണ് വേണ്ടത്? അല്ലേ? ഇപ്പം കണ്ണാവട്ടെ, കയ്യാവട്ടെ, കാതാവട്ടെ, കുണ്ടലങ്ങളല്ല കാതിൻ്റെ അലങ്കാരം. ശ്രവണം, നല്ല ഈശ്വര കഥകളെ സത്സംഗം ഇതൊക്കെ ഉണ്ടായിട്ട് കേൾക്കലാണ്. പാവക ഗുണങ്ങളൊരു ചെവിക്ക് നല്ലപോലെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുണ്ടലങ്ങളോ കർണാഭരണങ്ങളോ പിന്നീട് എന്തിന്? ഇപ്പം മഹിമ, സൗജന്യം മെതിക്കും ബലേന മഹിമ യദ്യസ്തിക്കും മണ്ഡനി. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും നല്ല നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ വേറെ അലങ്കാരം എന്തിന് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. പിന്നെ സദ്വിദ്യയാ കിം ധനേരവശയോ, സദ്വിദ്യ, ഒരാൾക്ക് അറിവ്, നല്ല അറിവുണ്ട് എന്ന് കൂട്ടുക. ധനേ, പിന്നെ ധനം എന്തിനാ? വേറെ ധനം ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ ധനം എന്താ പറയുക? വിദ്യാധനം സർവധനാൽ പ്രധാനം. അറിവുകൊണ്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള ഏത് ധനവും വന്നു ചേരാനും ഉണ്ടാക്കാനും സാധിക്കും. അറിവില്ലായ്മ കൊണ്ടോ ഏത് കിട്ടിയ ധനവും നഷ്ടപ്പെടുകയും ചെയ്യും. ശരിയല്ലേ? അപ്പോൾ യഥാർത്ഥത്തിലുള്ള അറിവാണ് പണത്തേക്കാൾ വലുത്. അതാണ് വിദ്യാധനം സർവധനാപ്രധാനം. നമ്മുടെ സദ്വിദ്യയാ യതിക്കും ധനേഹി, ധാരാളം നല്ല വിദ്യയുടെ ഉടമസ്ഥൻ എന്തിനാണ് ധനം? കിം ധനൈ, ധനം കൊണ്ട് എന്താണ് കാര്യം എന്നാണ് ഇവിടെ ചോദ്യം. ഇനി അതുപോലെ തന്നെ ബലം എന്തിനാണ്? ഔദാര്യം ഉണ്ടെങ്കിൽ, നല്ല ഔദാര്യം, നല്ല ഗുണം, ഇതൊക്കെ ഉള്ള ഒരാൾക്ക് ധാരാളം സൈന്യബലത്തിൻ്റെ ആവശ്യമില്ല. സൗജന്യം യതി കിം ബലേന, കിം ബലേന, അതായത് ഏത് ശത്രുക്കളുടെ താവളത്തിൽ പോയി പെട്ടാലും രക്ഷപ്പെടാം എന്തുണ്ടെങ്കിൽ? നല്ല മൂളയുണ്ടെങ്കിൽ, അല്ലേ? അവിടെ പ്രയോഗിക്കേണ്ടതായിരിക്കുന്ന തന്ത്രം അറിവുള്ള ഒരാൾ എവിടെ പോയി പെട്ടാലും സൈന്യബലം കൊണ്ടല്ല രക്ഷപ്പെടുന്നത്, അയാളുടെ മൂള അല്ലെങ്കിൽ തലബുദ്ധി ഉപയോഗിച്ചിട്ട് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഇപ്പം സൗജന്യം വ്യതികിം ബലേന, ബലം കൊണ്ട് എന്താ കാര്യം? നല്ല ആ ഔദാര്യം നമ്മൾ കാണിച്ചത് നയതന്ത്രജ്ഞത, ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള കഴിവ് എന്നാണ്. അതുള്ള ഒരാൾക്ക് സൈന്യമില്ലെങ്കിലൊന്നും അപകടം സംഭവിക്കില്ല. ഇനി അതേപോലെ തന്നെ ഇവിടെ പറയുകയാണ് ശുചിമനോ യദ്യസ്തി തീർത്ഥേന, മനഃശുദ്ധി ഉള്ള ഒരാൾക്ക് തീർത്ഥസ്നാനം എന്തിന്? തീർത്ഥസ്നാനം ചെയ്തിട്ടും മനഃശുദ്ധി ഇല്ലെങ്കിലോ? തിരിച്ചെന്ന് ചിന്തിച്ച് നോക്കൂ. പാക്കനാർ ഒരിക്കൽ തീർത്ഥസ്നാനം ചെയ്യാൻ പോണ ആളിൽ കയക്കണ കായ കൊടുത്തു. ഗംഗയിലേക്ക് കുളിക്കാനല്ലേ പോകണം, അതെ ഇതൊന്ന് മുക്കിക്കൊണ്ടുവരുമോ? ഓ ചെയ്യാലോ. മുക്കി കൊടുന്നോ ചോദിച്ചു. മടങ്ങി വന്നപ്പോൾ ഓ കൊടുന്നുണ്ട്. കടിച്ച് നോക്കിയിട്ടുണ്ട്, ഇതിൻ്റെ കയ്പൊന്നും പോയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്താ അർത്ഥം? മനസ്സ് ശുദ്ധാവാതെ ഏത് തീർത്ഥസ്നാനം ചെയ്തിട്ട് ഗംഗയിൽ പോയി, ഗംഗയുടെ മഹാത്മ്യമൊക്കെ നമ്മൾ ഒരുപാട് പറയും, ശരി തന്നെ. എന്നാലും മനഃശുദ്ധി ഇല്ലാതെ അത് ചെയ്തിട്ടും കാര്യമില്ല. പ്രധാനമായിട്ട് വേണ്ടത് മനഃശുദ്ധിയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. തീർത്ഥേനകിം എന്ന് പറഞ്ഞ ശുചിവനോ യദ്യസ്തി തീർത്ഥേനകിം, ശുദ്ധമായിട്ടുള്ള മനസ്സുള്ളവൻ എന്തിനാണ് തീർത്ഥസ്നാനം? അതിൻ്റെ ആവശ്യമില്ല. പിന്നെ പറയണം സത്യമുള്ളവന് വ്രതം എന്തിനു വേണ്ടിയിട്ടാണ്? സത്യമാണ് ഏറ്റവും വലിയ വ്രതം. സത്യത്തിൽ വ്രതനിഷ്ഠനായിട്ടുള്ള ഒരാൾക്ക് വേറെ വ്രതങ്ങൾ ആവശ്യമില്ല എന്ന് പറയുകയാണ്. അതാണ് സത്യ ചേത് തപസ, സത്യഞ്ജേൻ തപസ. സത്യം ചേത് എന്ന് പറഞ്ഞാൽ സത്യമുണ്ടെങ്കിൽ എന്തിനാണ് വ്രതങ്ങളാദി കാര്യങ്ങൾ? അപ്പം സത്യമുള്ളവന് വ്രതങ്ങൾ ആവശ്യമില്ല. ശുദ്ധ മനസ്സുള്ളവർക്ക് തീർത്ഥസ്നാനം വേറെ വേണ്ട. നല്ല ബുദ്ധിശക്തി നയതന്ത്രമുള്ളവർക്ക് സൈന്യബലം ആവശ്യമില്ല. ബുദ്ധി കൊണ്ടവൻ രക്ഷപ്പെടുന്നു. നല്ല സ്വഭാവ ഗുണമുള്ളവർക്ക് ആഭരണങ്ങൾ വേണ്ട. അവൻ്റെ എല്ലാ അവയവങ്ങളെ കൊണ്ടും നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് അത് തന്നെ ആഭരണമായി ഭവിക്കുന്നു. വിദ്യയുള്ളവർക്ക് ധനം വേറെ ആവശ്യമില്ല. വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ടു കരുതേണമോ? അറിവുള്ളവർക്ക് ആ ധനം അറിവുകൊണ്ട് ഉണ്ടാക്കുന്ന അർത്ഥം. ഇതൊക്കെ സൽഗുണങ്ങളാണ്. സത്യം,
മനഃശുദ്ധി, ഔദാര്യം, നല്ല ഗുണങ്ങൾ, അറിവ്. ഈ 3 ദുർഗുണങ്ങളെ ഇവിടെ പറയണു: അത്യാഗ്രഹം, പരദൂഷണം, ദുഷ്കീർത്തി. അത്യാഗ്രഹമുള്ളവർക്ക് എന്തിനാണ് വേറെ ദുർഗുണം? അതുകൊണ്ട് എല്ലാ ദുർഗുണങ്ങളും വന്നു ചേരും. അത്യാഗ്രഹത്തെ ആദ്യം ഒഴിവാക്കുക, അല്ലേ? ലോഭം എന്ന് പറയുന്നത്. പരദൂഷണമാണ് ഏറ്റവും വലിയ പാപം, അത് ചെയ്യാതിരിക്കുക. ദുഷ്കീർത്തി മരണത്തിന് തുല്യമാണ്. മരണം ഉണ്ടായിട്ടും സഹിച്ചു കൂട്ടാം, എല്ലാവരും മരണാനന്തരം ബഹുമാനിക്കും, പാവം മരിച്ചു പോയല്ലേ, കുഴപ്പമില്ല എന്നാണ് എല്ലാവരും. പക്ഷേ ദുഷ്കീർത്തിയോട് കൂടിയിട്ട് ജീവിക്കുകയാണെങ്കിലോ വല്ല കാര്യവും മറ്റു ഗുണങ്ങളെ കൊണ്ടുണ്ടോ? അതാണ് ശ്രീരാമചന്ദ്രൻ സ്വന്തം പത്നിയെ പറ്റി അപവാദം പറഞ്ഞപ്പോൾ കാത്തു നിന്നില്ല. അതൊരാൾ പറയും, നാളെ 2 ആൾ പറയും, മറ്റന്നാൾ 20 ആൾ പറയും. വേണ്ട, ആ ഉപേക്ഷിക്കാനുള്ള കാരണം നമ്മൾ നന്നായാൽ പോരാ, അത് മറ്റുള്ളവർ പറയണം. അപ്പോഴേ ആ നന്മയ്ക്ക് വിലയില്ലൂ, അല്ലേ? അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആരുടെയിലാണ് അത് ഒപ്പിടേണ്ടത്? മറ്റുള്ളവരാണ്. അതുകൊണ്ടാണ് ദുഷ്കീർത്തി ഏറ്റവും നമുക്ക് വലിയ അപകടമാണ്, മരണമാണ് അതിനേക്കാളും ഭേദം എന്ന് പറഞ്ഞത്. ഇങ്ങനെ അത്യാഗ്രഹം, പരദൂഷണം, ദുഷ്കീർത്തി എന്നീ 3 ദുർഗുണങ്ങൾ, സത്യം, മനഃശുദ്ധി, ഔദാര്യം, നാഹാത്മ്യം, അറിവ്, 5 സദ്ഗുണങ്ങളെയാണ് കവി ഈ ശ്ലോകത്തിൽ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ലോഭച്ഛേദ ഗുണേന കിം പിശുനത യദ്യസ്തി കിം പാതകേ സത്യം ചേത് തപസാ ച കിം ശുചിമനോ യദ്യസ്തി തീർത്ഥേന കിം സൗജന്യം യതി കിം ബലേന മഹിമ യദ്യസ്തി കിം മണ്ഡനേ സദ്വിദ്യ യതി കിം ധനേ ധനേരവശയോ യദ്യസ്തി കിം മൃത്യുനാ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.